ഹായ് ഫ്രണ്ട്സ്, സക്സസ് ലൈവിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ പ്രസന്നകുമാർ. PSC ഉടൻ നടത്താൻ പോകുന്ന ഡിവിഷണൽ അക്കൗണ്ടിന്റെ പ്രിലിംസ് പരീക്ഷയുമായി ബന്ധപ്പെട്ട അക്കൗണ്ടൻസിയിൽ നിന്ന് 30 മാർക്കിന് 10 ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് വരുന്നതെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. അതിനെ തുടർന്ന് നമ്മൾ ഏകദേശം 6-7 വീഡിയോസ് നിങ്ങൾക്ക് ഞാൻ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ നല്ല പ്രതികരണമാണ്. നിങ്ങളെല്ലാം അത് വളരെ വ്യക്തമായി കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട് എന്നറിയാം. എല്ലാ കുട്ടികളും ഇങ്ങനെ വീണ്ടും വീഡിയോ ഇടാൻ എന്നോടത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒട്ടും സമയം വേസ്റ്റ് ആക്കാതെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ 30 മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ക്ലാസ് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഞാൻ അതിന്റെ നോട്ട്സും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളും ഷോർട്ട് ക്വസ്റ്റ്യൻസും അതിന്റെ ക്വസ്റ്റ്യൻസിന്റെ മോഡലും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ എൻ്റെ ഈ വീഡിയോ മൊത്തം കണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. ഒപ്പം തന്നെ എനിക്കൊരു പ്രോത്സാഹനം തരുന്നതിന് വേണ്ടി നിങ്ങളുടെ സുഹൃത്തുക്കൾക്കെല്ലാം ഈ വീഡിയോ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറയാൻ പോകുന്ന ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് OH അക്കൗണ്ടാണ്. അത് നമ്മുടെ സിലബസിൽ നിന്ന് പഠിക്കാനുള്ള OH അക്കൗണ്ടാണ്. ആക്ച്വലി ഇതൊരു കൊച്ചു ചാപ്റ്ററാണ്. അപ്പോൾ ഇതിൽ നിന്ന് 33 മാർക്കിനാണ് നമുക്ക് പരീക്ഷ ചോദിക്കുന്നത്. അപ്പോൾ ആ 3 മാർക്കിന് ചോദിക്കുന്ന ആസ്പെക്റ്റുകൾ ഏതൊക്കെയാണെന്ന് വളരെ വ്യക്തമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് പ്രസന്റ് ചെയ്യുകയാണ്. അപ്പോൾ എന്താണ് ഈ OH അക്കൗണ്ട് എന്ന് ചോദിച്ചാൽ, നമുക്കറിയാം ഈ OH അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന ഷിപ്പിംഗ് കമ്പനീസാണ്. ഈ ഷിപ്പിംഗ് കമ്പനീസ് എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഷിപ്പിംഗ് കമ്പനീസ് ട്രാൻസ്പോർട്ടിംഗ് കമ്പനീസാണ്. Engaged in transporting mainly cargo or merchandise through water from one port to another. ഷിപ്പിംഗ് കമ്പനീസ് കാർഗോ അല്ലെങ്കിൽ സാധനങ്ങൾ വാട്ടർ മുഖാന്തരം ഒരു പോർട്ടിൽ നിന്ന് മറ്റൊരു പോർട്ടിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത്. അങ്ങനെയുള്ള കമ്പനികളെയാണ് നമ്മൾ ഷിപ്പിംഗ് കമ്പനീസ് എന്ന് പറയുന്നത്. അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഷിപ്പിംഗ് കമ്പനീസ് ആർ ദ ട്രാൻസ്പോർട്ടിംഗ് കമ്പനീസ് which carry the cargo or merchandise through water from one port to another. ഒരു പോർട്ടിൽ നിന്ന് മറ്റൊരു പോർട്ടിലേക്ക് സാധനങ്ങൾ ശരിക്കും ക്യാരി ചെയ്യുന്ന, പ്രോസസ് ചെയ്യുന്ന കമ്പനികളെ വിളിക്കുന്ന പേര് ഷിപ്പിംഗ് കമ്പനികളെന്നാണ്. ഈ കാർഗോ മാത്രമല്ല അവര് ക്യാരി ചെയ്യുന്നത്, ദേ ആൾസോ ക്യാരി പാസഞ്ചേഴ്സ് ഇൻ ദ സെയിം ഷിപ്പ് ഇൻ വിച്ച് ദേ ക്യാരി ഗുഡ്സ്. അവർ ഒരു ഷിപ്പിൽ തന്നെ കാർഗോ കൊണ്ടുപോകുന്ന, ഗുഡ്സ് കൊണ്ടുപോകുന്ന അതേ ഷിപ്പിൽ തന്നെ പാസഞ്ചേഴ്സിനെയും ക്യാരി ചെയ്യാറുണ്ട്. അങ്ങനെ പാസഞ്ചേഴ്സിനെയും കാർഗോയും ഒരു സ്ഥലത്ത് നിന്ന് അല്ലെങ്കിൽ ഒരു പോർട്ടിൽ നിന്ന് മറ്റൊരു പോർട്ടിലേക്ക് കൊണ്ടുപോകുന്ന കമ്പനികളെ നമ്മൾ വിളിക്കുന്ന പേര് ഷിപ്പിംഗ് കമ്പനികളെന്നാണ്. അങ്ങനെ ഒരു ഷിപ്പ് ഒരു ട്രിപ്പ്, ഒരു ജേണി നടത്തുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ട്രിപ്പ് നടത്തുന്ന സമയത്ത് അതിനെ വിളിക്കുന്ന പേരാണ് OH. അപ്പോൾ ഒരു ഷിപ്പിന്റെ ജേണിയെ വിളിക്കുന്ന പേരാണ് OH. വാട്ട് യു മീൻ ബൈ OH? ദ ജേണി ഓർ ട്രിപ്പ് ഓഫ് എ ഷിപ്പ് ഈസ് നെയ്മഡ് ആസ് OH. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഒരു ട്രിപ്പ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു ജേണിയെ നമ്മൾ വിളിക്കുന്ന പേര് OH എന്നാണ്. അപ്പോൾ ഒരു ട്രിപ്പ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അങ്ങോട്ടും ഇങ്ങോട്ടുമാണ്. അങ്ങോട്ടൊരു ജേണിയുണ്ട്, ഇങ്ങോട്ടൊരു ജേണിയുണ്ട്. അപ്പൊ അങ്ങോട്ടും മടക്കയാത്രയും കൂടെ ചേർത്താണ് ഒരു ജേണി എന്ന് പറയുന്നത്. ആ ട്രിപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് OH എന്ന് പറയുന്നത്. അപ്പൊ അത് ഔട്ട്വേർഡ് ജേണിയുമുണ്ട്, ഇൻവേർഡ് ജേണിയുമുണ്ട്. ആ 2 ജേണികൾ ചേർന്നാണ് ഒരു ട്രിപ്പ് എന്ന് നമ്മൾ പറയുന്ന, അതിനെ വിളിക്കുന്ന പേര് OH എന്നാണ്. അങ്ങനെ ഒരു ഷിപ്പിംഗ് കമ്പനി പല പ്രാവശ്യം എന്ത് ചെയ്യും, ഇങ്ങനെ OH അല്ലെങ്കിൽ ഇങ്ങനെ ട്രാൻസ്പോർട്ടിംഗ് നടത്താറുണ്ട്. അങ്ങനെ ഓരോ ട്രാൻസ്പോർട്ടിംഗ് നടത്തുന്ന സമയത്തും ഓരോ OH-ലും എന്തുമാത്രം ലാഭമുണ്ട്, നഷ്ടമുണ്ട് എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അങ്ങനെ ഒരു ഷിപ്പിംഗ് കമ്പനി അവർ നടത്തിയിരിക്കുന്ന OH-ല്, ഡിഫറന്റ് OH-ല് ലാഭമോ നഷ്ടമോ കണ്ടുപിടിക്കാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടിനെ വിളിക്കുന്ന പേര് OH അക്കൗണ്ട് എന്നാണ്. സോ ദ OH അക്കൗണ്ട്സ് ആർ ദ നോമിനൽ അക്കൗണ്ട്സ് prepared by shipping companies in order to find out the profit or loss from different voyages. അപ്പോൾ OH അക്കൗണ്ട് എന്ന് പറയുന്ന നോമിനൽ അക്കൗണ്ടാണ്. ഇത് പ്രിപ്പയർ ചെയ്യുന്ന ഷിപ്പിംഗ് കമ്പനിയാണ്. എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ ഡിഫറന്റ് വോയേജസിൽ പ്രോഫിറ്റോ ലോസോ ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ്. അങ്ങനെ ഷിപ്പിംഗ് കമ്പനികൾ ഡിഫറന്റ് വോയേജിലുള്ള പ്രോഫിറ്റോ ലോസോ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന നോമിനൽ അക്കൗണ്ട് വിളിക്കുന്ന പേരാണ് OH അക്കൗണ്ട്. അത് വേറെ കേസൊന്നുമില്ല. ഒരു ബിസിനസ്സിൽ ട്രേഡിംഗ് കൺസൈൻ നമ്മൾ ട്രേഡ് ചെയ്യാൻ പോയിട്ട് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന പോലെ, ഒരു കൺസൈൻമെന്റ് അക്കൗണ്ടിൽ കൺസൈൻമെന്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് പോലെ ഒരു OH അക്കൗണ്ടിൽ OH അക്കൗണ്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ചില സാഹചര്യങ്ങളിൽ OH ഇൻകംപ്ലീറ്റ് ആയിരിക്കും. ഒരു പർട്ടിക്കുലർ പീരീഡിന്റെ എൻഡിൽ അല്ലെങ്കിൽ ഒരു ഫൈനാൻഷ്യൽ ഇയറിന്റെ എൻഡിൽ അല്ലെങ്കിൽ അക്കൗണ്ടിംഗ് പീരീഡിന്റെ എൻഡിൽ ഒരു OH ഇൻകംപ്ലീറ്റ് ആയാൽ അതിനെ വിളിക്കുന്ന പേര് OH ഇൻ പ്രോഗ്രസ് എന്നാണ്. അങ്ങനെ അതിനെ വിളിക്കുന്ന പേര് OH ഇൻ പ്രോഗ്രസ് എന്നാണ്. അപ്പൊ അവിടെയും നമ്മൾ അക്കൗണ്ട് കീപ്പ് ചെയ്യണം. അപ്പൊ ഇതാണ് OH അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പൊ OH എന്താണ്, OH അക്കൗണ്ട് എന്താണ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ നമ്മുടെ ചോദ്യം, ഹൗ ക്യാൻ വി പ്രിപ്പയർ ദാറ്റ് OH അക്കൗണ്ട്? ഇതെങ്ങനെ പ്രിപ്പയർ ചെയ്യാം? ഇത് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓർക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കേസ് എന്ന് പറയുന്നത്, ഇതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന അക്കൗണ്ട്സുകൾ അല്ലെങ്കിൽ ഐറ്റംസ് എന്ന് പറയുന്നത് ഡിഫറന്റ് ഐറ്റംസ് ആണ്.
ഇതിൽ വരുന്ന ഐറ്റംസ് വളരെ ഡിഫറൻ്റ് ആണ്. ഒരു ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്ന ഐറ്റംസേ അല്ല. കാരണം ഇതൊരു ഷിപ്പ് ഗുഡ്സ് ക്യാരി ചെയ്യുന്ന സമയത്ത്, പാസഞ്ചേഴ്സിനെ ക്യാരി ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന വരുമാനങ്ങളും ചെലവുകളും എന്ന് പറയുന്നത് വ്യത്യസ്തമാണ് മറ്റുള്ള അക്കൗണ്ടിൽ നിന്ന്. അപ്പൊ അത് ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തെ കേസ് അതിൽ വരുന്ന ഐറ്റംസ്, ഡിഫറെന്റ് ഐറ്റംസിനെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഒന്നാമത്തെ ഐറ്റം ഫ്രൈറ്റ് ആണ്. ശ്രദ്ധിച്ചു കേൾക്കുക. ഫ്രൈറ്റ് എന്താണ്? ഫ്രൈറ്റ് എന്ന് പറയുന്നത്, ഫ്രൈറ്റ് ഈസ് ദ ഫീ ചാർജ്ഡ് ബൈ ഷിപ്പിംഗ് കമ്പനി ഫോർ ക്യാരിയിങ് ഗുഡ്സ് ഓർ കാർഗോ ഫ്രം വൺ പോർട്ട് ടു അനദർ. ഒരു പോർട്ടിൽ നിന്നും മറ്റൊരു പോർട്ടിലേക്ക് കാർഗോ അല്ലെങ്കിൽ ഗുഡ്സിനെ ക്യാരി ചെയ്യുന്നതിന് വേണ്ടി ആ ഷിപ്പിംഗ് കമ്പനി ചാർജ് ചെയ്യുന്ന ഫീസിനെ വിളിക്കുന്ന പേരാണ് ഫ്രൈറ്റ്. ക്ലിയർ? എന്താ നമ്മൾ പറഞ്ഞേക്കുന്നത്? ഒരു പോർട്ടിൽ നിന്ന് മറ്റൊരു പോർട്ടിലേക്ക് ഗുഡ്സ് അല്ലെങ്കിൽ കാർഗോയെ ക്യാരി ചെയ്യുന്നതിന് വേണ്ടി ഷിപ്പിംഗ് കമ്പനി ചാർജ് ഈടാക്കും, ഫീസ് ഈടാക്കും. ആ ഫീസിനെ വിളിക്കുന്ന പേര് ഫ്രൈറ്റ് എന്നാണ്. സോ ഫ്രൈറ്റ് ഈസ് ദ ഫീസ് ചാർജ്ഡ് ബൈ ദ ഷിപ്പിംഗ് കമ്പനി ഫോർ ക്യാരിയിങ് ഗുഡ്സ് ഓർ കാർഗോ ഫ്രം വൺ പോർട്ട് ടു അനദർ. ഇത് നമ്മൾ കണക്കാക്കുന്നത് അതിന്റെ വെയിറ്റ് അനുസരിച്ച് അല്ലെങ്കിൽ വോളിയം അനുസരിച്ചാണ്. എത്ര ക്വാണ്ടിറ്റിയാണോ നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത്, ആ ക്വാളിറ്റി അല്ലെങ്കിൽ വോളിയം അല്ലെങ്കിൽ അതിന്റെ വെയിറ്റ് ആണ് അതിന്റെ ചാർജായിട്ട് ഈടാക്കുന്നത്. ഒരു ഷിപ്പിംഗ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻകം എന്ന് പറയുന്നത് ഒന്നാണ് ഈ ഫ്രൈറ്റ് എന്ന് പറയുന്നത്. സോ ഫ്രൈറ്റ് ആർ ഇൻകം ടു ദി ഷിപ്പിംഗ് കമ്പനി. സോ ഇറ്റ് ഷുഡ് ബി ക്രെഡിറ്റഡ് ടു ദി വോയേജ് അക്കൗണ്ട്. അത് ക്രെഡിറ്റ് ചെയ്യണം, വോയേജ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. മറന്നു പോകരുത്. ഒരു ഷിപ്പിംഗ് കമ്പനി കാർഗോ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ക്യാരി ചെയ്യുന്നതിന് വേണ്ടി ഷിപ്പിംഗ് കമ്പനി ഈടാക്കുന്ന ഫീസിനെ വിളിക്കുന്ന പേര് ഫ്രൈറ്റ് എന്നാണ്. അത് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നതിന്റെ വെയിറ്റ് അല്ലെങ്കിൽ വോളിയം അല്ലെങ്കിൽ ക്വാണ്ടിറ്റിയുടെ ബേസിലാണ്. ഇത് ഷിപ്പിംഗ് കമ്പനിയുടെ മെയിൻ ഇൻകമാണ്. അതുകൊണ്ട് തന്നെ ഇത് വോയേജ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. ഇറ്റ് ഷുഡ് ബി ക്രെഡിറ്റഡ് ടു ദി വോയേജ് അക്കൗണ്ട്. മെയിൻ ഇൻകം ആയതുകൊണ്ട് അങ്ങനെ ചെയ്യണം. അതാണ് ഒന്നാമത്തെ ഇൻകം എന്ന് പറയുന്നത്. ഇനി വോയേജ് അക്കൗണ്ടിൽ രേഖപ്പെടുത്തേണ്ട വളരെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഐറ്റം എന്ന് പറയുന്നത് പാസേജ് മണിയാണ്. അപ്പൊ എന്താണ് ഈ പാസേജ് മണി എന്ന് ചോദിച്ചാൽ, ഷിപ്പിംഗ് കമ്പനീസ് ക്യാരി പാസഞ്ചേഴ്സ് ആൾസോ എലോങ് വിത്ത് കാർഗോ. നമ്മൾ നേരത്തെ ഇത് സൂചിപ്പിക്കുകയുണ്ടായി, കാർഗോയുടെ കൂടെ ഷിപ്പിംഗ് കമ്പനി പാസഞ്ചേഴ്സിനെയും ക്യാരി ചെയ്യും. പാസഞ്ചേഴ്സിനെയും കാർഗോയും കൂടെ ഒരുമിച്ചാണ് എന്ത് ചെയ്യുന്നത്, ഷിപ്പിംഗ് കമ്പനി ക്യാരി ചെയ്യുന്നത്. So passage money is the fare charged by the shipping companies on the passengers for carrying them to their destination. പാസഞ്ചേഴ്സിന് അവർക്ക് എത്തേണ്ട സ്ഥലത്ത് എത്തിക്കുന്നതിന് വേണ്ടി ഷിപ്പിംഗ് കമ്പനി അവരുടെ കയ്യിൽ നിന്ന് ഈടാക്കുന്ന ഫെയറിനെയാണ്, യാത്രാക്കൂലി വിളിക്കുന്ന പേരാണ് പാസേജ് മണി. ശ്രദ്ധിക്കുക, കാർഗോ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഈടാക്കുന്നതിന് നമ്മൾ വിളിക്കുന്ന പേര് ഫ്രൈറ്റ് എന്നാണ്. എന്നാൽ യാത്രക്കാരെ ഒരു സ്ഥലത്ത് നിന്ന് അയാളുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഷിപ്പിംഗ് കമ്പനി ഈടാക്കുന്ന ചാർജിനെ വിളിക്കുന്ന പേര് പാസേജ് മണി എന്നാണ്. സോ പാസേജ് മണി ഈസ് ആൾസോ ആൻ ഇൻകം ടു ദി ഷിപ്പിംഗ് കമ്പനി ആൻഡ് ക്രെഡിറ്റഡ് ടു ദി വോയേജ് അക്കൗണ്ട്. ഈ പാസേജ് മണി തീർച്ചയായും ഷിപ്പിംഗ് കമ്പനിക്ക് വരുമാനമാണ്. അതുകൊണ്ട് തന്നെ അത് വോയേജ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. അതാണ് രണ്ടാമത്തെ ഐറ്റം, പാസേജ് മണി. അപ്പൊ ഒന്നാമത്തെ ഐറ്റം ഫ്ലൈറ്റ് ആയി, രണ്ടാമത്തെ ഐറ്റം പാസേജ് മണിയായി. അപ്പൊ പാസേജ് മണി ഈസ് എ ഫെയർ charged by the shipping company to carry the passengers from one place to their destination. So passage money is an income to the shipping company and it should be credited to the voyage account. അത് ക്രെഡിറ്റ് ചെയ്യണം voyage accountല്. അപ്പൊ രണ്ട് ഐറ്റം വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായി, ഫ്ലൈറ്റും പാസേജ് മണി. ഇനി മൂന്നാമത്തെ ഐറ്റം എന്ന് പറയുന്നത് പ്രിമേജ് ആണ്. എന്താണ് ഈ പ്രിമേജ് എന്ന് പറയുന്നത്? So primage is an additional charge like a surcharge collected from customers as percentage of freight charge. ഇവിടെ കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് ഫ്ലൈറ്റ് ചാർജ് ഈടാക്കുന്നത് കൊണ്ട് ആ ഫ്ലൈറ്റിന്റെ മേലെ ഒരു അഡീഷണൽ ചാർജും കൂടെ ഈടാക്കും. ഫ്ലൈറ്റ് എത്രയാണോ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചേക്കുന്നത് അല്ലെങ്കിൽ കൊടുക്കേണ്ടി വരുന്നത്, ആ ഫ്ലൈറ്റ് കൊടുക്കുന്ന അത്രയും എമൗണ്ടിൽ നിന്ന് ഒരു നിശ്ചിത പെർസെന്റേജ് ഒരു ചാർജായിട്ട്, അഡീഷണൽ ചാർജായിട്ട് കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് ഷിപ്പിംഗ് കമ്പനി കളക്ട് ചെയ്യും. അത് നമ്മൾ വിളിക്കുന്ന പേര് സർചാർജ് എന്നാണ്, അല്ലെങ്കിൽ അഡീഷണൽ ചാർജ് ആണ്. ചാർജ് ഓവർ ദ ചാർജ് അല്ലെ. ഒരു ചാർജിന്റെ മേൽ മറ്റൊരു ചാർജ് വരുന്നതിന് നമ്മൾ വിളിക്കുന്ന പേര് അഡീഷണൽ ചാർജ് അല്ലെങ്കിൽ സർചാർജ് എന്നാണ്. So it is supposed to be charged for safe delivery of cargo at the place of destination. അതിന്റെ അസംഷൻ എന്താണ്? കാർഗോയെ വളരെ സേഫ് ആയിട്ട് ആ ഡെസ്റ്റിനേഷനിൽ എത്തിക്കുക എന്ന് പറയുന്ന ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഈ അഡീഷണൽ ചാർജ് ഈടാക്കുന്നത്. ഇപ്പൊ കാർഗോ ക്യാരി ചെയ്യുന്നതിന് ഫീസ് വാങ്ങുന്നുണ്ടല്ലോ, ഫ്ലൈറ്റ് വാങ്ങുന്നുണ്ട്. പക്ഷെ ആ ഫ്ലൈറ്റിന് നിശ്ചിത പെർസെന്റേജ് അഡീഷണൽ ചാർജായിട്ട് അല്ലെങ്കിൽ സർചാർജായിട്ട് കളക്ട് ചെയ്യുന്നു. അതെന്തിനു വേണ്ടിയാണ്? ആ സാധനങ്ങൾ വളരെ സേഫായിട്ട് ഡെസ്റ്റിനേഷനിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ് വൈപ്പ്. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിന് മേലെ ഒരു അഡീഷണൽ ചാർജ് ഈടാക്കുന്നതിന് വിളിക്കുന്ന പേര് പ്രിമേജ് എന്നാണ്. സോ പ്രിമേജ് ഈസ് ആൻ അഡീഷണൽ ചാർജ് ഓർ എ സർചാർജ് കളക്റ്റഡ് ഫ്രം കസ്റ്റമേഴ്സ് ആസ് എ പെർസെന്റേജ് ഓഫ് ഫ്ലൈറ്റ് ഓഫ് ചാർജ്. ഫ്ലൈറ്റ് ചാർജിന്റെ പെർസെന്റേജ് ആണ് ഈ പ്രിമേജ് ആയിട്ട് കളക്ട് ചെയ്യുന്നത്.
അപ്പോൾ അത് തീർച്ചയായും ഇൻകമാണ്. അതുകൊണ്ട് വോയേജ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ തന്നെ എഴുതണം, അതും നമുക്ക് ഇൻകമാണ്. അപ്പോൾ 3 ഐറ്റം ഇൻകമായി, ഫ്രൈറ്റായി, പാസേജ് മണിയായി, പിന്നെന്തായി, പ്രിമേജായി. ഇനി 4ാമത്തെ ഐറ്റം എന്ന് പറയുന്നത് അഡ്രസ് കമ്മീഷനാണ്. എന്താണ് ഈ അഡ്രസ് കമ്മീഷൻ എന്ന് പറയുന്നത്? നമുക്കറിയാം, ഷിപ്പിംഗ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഓർഡറുകൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതല്ല, നമ്മൾ ഓർഡർ പോയി പിടിക്കണം, അല്ലേ? അപ്പോൾ പിടിക്കുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഈ ഷിപ്പിനെ ചാർട്ടർ ചെയ്യുന്ന ഏജന്റുമാരുണ്ടായിരിക്കും, ബ്രോക്കർമാരുണ്ടായിരിക്കും. അങ്ങനെ നമുക്ക് ഓർഡേഴ്സ് കളക്ട് ചെയ്യുന്നതിന് വേണ്ടി, ഡിഫറൻറ്റ് പാർട്ടിയിൽ നിന്ന് ഓർഡറുകൾ കളക്ട് ചെയ്യുന്നതിന് വേണ്ടി, ഈ ഓർഡറുകൾക്ക് വേണ്ടി പിടിക്കുന്നതിന് വേണ്ടി ചില ചാർട്ടേഴ്സ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഏജന്റ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ബ്രോക്കേഴ്സ് ഉണ്ടായിരിക്കും. സോ ആ ബ്രോക്കേഴ്സ് ഇങ്ങനെ ഓർഡറുകൾ കളക്ട് ചെയ്യുന്നതിന് വേണ്ടി കൊടുക്കുന്ന കമ്മീഷൻ വിളിക്കുന്ന പേര് അഡ്രസ് കമ്മീഷൻ എന്നാണ്. നമുക്ക് ഷിപ്പിംഗ് കമ്പനിക്ക് ഓർഡർ പിടിച്ചു തരുന്നതിന് വേണ്ടിയുള്ള ചാർട്ടേഴ്സ് അല്ലെങ്കിൽ ബ്രോക്കേഴ്സ് അല്ലെങ്കിൽ ഏജന്റിന് ആ ഓർഡർ തരുന്നതിന് വേണ്ടി കൊടുക്കുന്ന കമ്മീഷൻ വിളിക്കുന്ന പേര് അഡ്രസ് കമ്മീഷൻ എന്നാണ്. സോ അഡ്രസ് കമ്മീഷൻ ഈസ് ദ കമ്മീഷൻ പെയ്ഡ് ബൈ ദ ഷിപ്പിംഗ് കമ്പനി ടു ദി ചാർട്ടേഴ്സ് ഓഫ് ഷിപ്പ് ഓർ ഏജന്റ് ഓർ ബ്രോക്കേഴ്സ് ഫോർ റിക്വയർമെന്റ് ഓഫ് ഫ്ലൈറ്റ് ഫ്രം ഡിഫറെന്റ് പാർട്ടീസ്. എങ്ങനെ നമുക്ക് ഫ്ലൈറ്റ് കിട്ടാൻ, അതിൻ്റെ ഫ്ലൈറ്റ് കിട്ടുന്നതിന് സാധ്യത ഉണ്ടാക്കാൻ വേണ്ടി, അതിൻ്റെ ഓർഡറുകൾ കളക്ട് ചെയ്യുന്നതിന് വേണ്ടി അതിൻ്റെ ഏജന്റ് അല്ലെങ്കിൽ ബ്രോക്കർ അല്ലെങ്കിൽ ചാർട്ടേഴ്സിന് ഷിപ്പിംഗ് കമ്പനി കൊടുക്കുന്ന കമ്മീഷൻ വിളിക്കുന്ന പേര് അഡ്രസ് കമ്മീഷൻ എന്നാണ്. അപ്പോൾ ഈ അഡ്രസ് കമ്മീഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഷിപ്പിംഗ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ചെലവാണ്. നേരത്തെ പറഞ്ഞെല്ലാം വരുമാനമാണ്, ഇത് ചെലവാണ്. അപ്പൊ ചെലവായതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? ഇത് ഡെബിറ്റ് ചെയ്യും. വോയേജ് അക്കൗണ്ടിൽ ഇത് തീർച്ചയായും ഡെബിറ്റ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് അഡ്രസ് കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത് നമുക്ക് മനസ്സിലായി. സോ അഡ്രസ് കമ്മീഷൻ ഈസ് ആൻ എക്സ്പെൻസ് ഓഫ് എ ഷിപ്പിംഗ് കമ്പനി ഷുഡ് ബി ഡെബിറ്റഡ് ഇൻ ദി വോയേജ് അക്കൗണ്ട്. അത് വോയേജ് അക്കൗണ്ടിൽ നമ്മൾ ഡെബിറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പൊ അതാണ് അതിന്റെ 4ാമത്തെ കേസ് എന്ന് നമ്മൾ പറഞ്ഞത്. ഇനി അടുത്ത കേസ് എന്ന് പറയുന്നത്, 5ാമത്തെ കേസ് ബങ്കർ കോസ്റ്റ് ആണ്. എന്താണ് ഈ ബങ്കർ കോസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സോ ബങ്കർ കോസ്റ്റ് ഈസ് എ പ്ലേസ്. ബങ്കർ കോസ്റ്റ് പറയുന്നതിന് മുമ്പ് ബങ്കർ എന്താണെന്ന് ചോദിക്കാം. ബങ്കർ ഈസ് എ പ്ലേസ് or a rack or a bin in the ship for storing coal, diesel, petrol, oil, fresh water and other consumables used in the ship during the voyage. നമുക്കറിയാം, ഒരു ഷിപ്പ് എന്ന് പറയുന്ന യാത്ര തുടർന്നാൽ അത് 4-5 ദിവസം അല്ലെങ്കിൽ ഒരു മാസം തന്നെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കും ആ ഡെസ്റ്റിനേഷൻ അനുസരിച്ച്. അപ്പൊ ഈ പോകുന്ന സമയങ്ങളിൽ നമുക്ക് എന്തൊക്കെ ആവശ്യമുണ്ട്? അഡീഷണൽ ആയിട്ട് നമുക്ക് പെട്രോളോ ഡീസലോ കോളോ ഓയിലോ ഫ്രഷ് വാട്ടർ, അതുപോലെ തന്നെ കൺസ്യൂമബിൾസ്, ഇങ്ങനെ എല്ലാം ആ വോയേജിൽ നമുക്ക് ആവശ്യമാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഈ സാധനങ്ങളെല്ലാം സൂക്ഷിച്ചു വെക്കുന്ന പ്ലേസ് അല്ലെങ്കിൽ ആ ഒരു ബിന്നിന് അല്ലെങ്കിൽ ആ പ്ലേസിനെ വിളിക്കുന്ന പേരാണ് ബങ്കർ. ആ ബങ്കർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇതെല്ലാം സൂക്ഷിച്ചു വെക്കുന്ന ആ പർട്ടിക്കുലർ പ്ലേസിനെ വിളിക്കുന്ന പേര് ബങ്കർ എന്നാണ്. So bunker is a place or a rack for storing coal, diesel, petrol, oil, fresh water and other consumables used in the ship during the voyage. ആ വോയേജിന്റെ കാലഘട്ടത്തിൽ നമുക്ക് ആവശ്യമായി വരുന്ന പെട്രോളോ ഡീസലോ ഓയിലോ ഫ്രഷ് വാട്ടറോ കൺസ്യൂമബിൾസോ നമ്മൾ സൂക്ഷിച്ചു വെക്കാൻ ഉപയോഗിക്കുന്ന പ്ലേസിനെ വിളിക്കുന്ന പേര് ബങ്കർ എന്നാണ്. സോ ദ ടോട്ടൽ ഓഫ് ദീസ് ഐറ്റംസ് ഓഫ് എക്സ്പെൻസസ് ഈസ് നേംഡ് ആസ് ബങ്കർ കോസ്റ്റ്. ഇതിനു വേണ്ടി വരുന്ന മൊത്തം ചെലവുകളെ വിളിക്കുന്ന പേര് ബങ്കർ കോസ്റ്റ് എന്നാണ്. ഇങ്ങനെ സൂക്ഷിച്ചു വയ്ക്കാൻ വേണ്ടി നമ്മൾ ചെലവാക്കുന്ന മൊത്തം എക്സ്പെൻസുകൾ വിളിക്കുന്ന പേര് ബങ്കർ കോസ്റ്റ് എന്നാണ്. സോ ഇറ്റ് ഷുഡ് ബി ഡെബിറ്റഡ് ടു വോയേജ് അക്കൗണ്ട്. ഇത് നമ്മൾ വോയേജ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. ഈ ബങ്കർ കോസ്റ്റ് എന്ന് പറയുന്നത് വോയേജ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ടതാണ്. അപ്പൊ ഇതാണ് ബങ്കർ കോസ്റ്റ്. ദ ടോട്ടൽ ഓഫ് ദീസ് ഐറ്റംസ് ഓഫ് എക്സ്പെൻസസ് ഈസ് നേംഡ് ആസ് ബങ്കർ കോസ്റ്റ് ആൻഡ് ഈസ് ഡെബിറ്റഡ് ഇൻ ദ വോയേജ് അക്കൗണ്ട്. ഇത് വോയേജ് അക്കൗണ്ടിൽ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. ഇതാണ് ബങ്കർ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഫ്ലൈറ്റായി, അതുപോലെ തന്നെ പാസേജ് മണിയായി, പ്രിമേജ് ആയി, ഇത് 3 ഇൻകമാണ്, അത് ക്രെഡിറ്റ് ചെയ്യേണ്ട ഐറ്റമാണ്. പിന്നെ അഡ്രസ് കമ്മീഷനായി, ബങ്കർ കോസ്റ്റ് ആയി, ഇത് രണ്ടും നമുക്ക് എക്സ്പെൻസ് ആണ്, ഡെബിറ്റ് ചെയ്യേണ്ട ഐറ്റമാണ്. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? പോർട്ട് ചാർജസ്. അടുത്ത കേസ് പോർട്ട് ചാർജസ് ആണ്. എന്താണ് ഈ പോർട്ട് ചാർജസ് എന്ന് പറയുന്നത്? ദീസ് ആർ ദ എമൗണ്ട് ചാർജ്ഡ് ബൈ പോർട്ട് അതോറിറ്റീസ് ഫോർ പാർക്കിംഗ് ദ ഷിപ്പ് ആൻഡ് ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് ഓഫ് ഗുഡ്സ് അറ്റ് ദ പോർട്ട്. ഇത് നമുക്കറിയാം, പോർട്ട് അതോറിറ്റീസ് ഉണ്ട്. അപ്പോൾ ഒരു ഷിപ്പ് നമ്മൾ അവിടെ പാർക്ക് ചെയ്യുന്ന, ഒരു പോർട്ടിൽ പാർക്ക് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് ഓഫ് ഗുഡ്സ്, സാധനങ്ങൾ കയറ്റുകയോ ഇറക്കുകയോ ചെയ്യുന്ന, പോർട്ടിൽ ഇറക്കുകയോ ചെയ്യുന്നതിന് വേണ്ടി ആ ഷിപ്പിംഗ് അതോറിറ്റി അല്ലെങ്കിൽ പോർട്ട് അതോറിറ്റീസ് ഈടാക്കുന്ന ചാർജിനെ വിളിക്കുന്ന പേരാണ് പോർട്ട് ചാർജസ്. നമ്മളെ ഷിപ്പ് ഒരു പോർട്ടിൽ തങ്കൂരമിടുന്നതിനോ അല്ലെങ്കിൽ അവിടെ ചെന്നതിന് ശേഷം അത് പാർക്ക് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ലോഡ് ചെയ്യുന്നതിനോ അൺലോഡ് ചെയ്യുന്നതിനോ വേണ്ടിയിട്ട് അല്ലെ അവിടുത്തെ പോർട്ട് അതോറിറ്റീസ് ഈ നമ്മളെ കയ്യിൽ നിന്ന് ഈടാക്കുന്ന ചാർജിനെ വിളിക്കുന്ന പേരാണ് ഈ പോർട്ട് ചാർജസ്. അത് ഷിപ്പിംഗ് കമ്പനിയിൽ നിന്നാണ് ഈടാക്കുന്നത്. സോ ദിസ് ചാർജസ് ബീങ് ദ എക്സ്പെൻസസ് ആർ ഡെബിറ്റഡ് ഇൻ എ പർട്ടിക്കുലർ വോയേജ് അക്കൗണ്ട്. ഷിപ്പിംഗ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഈ പോർട്ട് അതോറിറ്റീസും കൊടുക്കുന്ന ഈ എക്സ്പെൻസ് എന്ന് പറയുന്നത് വോയേജ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. കാരണം അത് ചെലവാണ്.
അതാണ് പോർട്ട് ചാർജസ് എന്ന് പറയുന്നത്. ദീസ് ആർ ദ എമൗണ്ട് ചാർജ് ബൈ ദ പോർട്ട് അതോറിറ്റീസ് ഫോർ പാർക്കിംഗ് ദ ഷിപ്പ് ഓർ ലോഡിംഗ് ഓർ അൺലോഡിംഗ് ഓഫ് ദ ഗുഡ്സ് അറ്റ് ദ പോർട്ട്. പോർട്ടിൽ സാധനങ്ങൾ കയറ്റിയിറക്കി ചെയ്യുകയോ അല്ലെങ്കിൽ പോർട്ടിൽ നമ്മുടെ ഷിപ്പ് പാർക്ക് ചെയ്യുകയോ ചെയ്യുന്നതിന് വേണ്ടി ഷിപ്പിംഗ് കമ്പനി പോർട്ട് അതോറിറ്റീസിന് കൊടുക്കുന്ന ചാർജിനെ വിളിക്കുന്ന പേര് പോർട്ട് ചാർജസ് എന്നാണ്. ഇറ്റ് ഈസ് ആൻ എക്സ്പെൻസ് ആൻഡ് ഷുഡ് ബി ഡെബിറ്റഡ് ടു ദിസ് OH അക്കൗണ്ട്. അപ്പൊ അത് മനസ്സിലായി. ഇനി നമുക്ക് അടുത്തത് അറിയേണ്ടത് സ്റ്റിവൻഡറിംഗ് ചാർജസ് ആണ്. എന്താ ഈ സ്റ്റിവൻഡറിംഗ് ചാർജസ് ആണ്? സ്റ്റിവൻഡറിംഗ് ചാർജസ് എന്ന് പറഞ്ഞാൽ ദീസ് ആർ ദ ചാർജസ് പെയ്ഡ് ഫോർ ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് ഓഫ് കാർഗോ ഓൺ ആൻഡ് ഫ്രം ദ ഷിപ്പ്. ഷിപ്പിൽ നിന്ന് ആ സാധനങ്ങൾ ഇറക്കുകയോ ഷിപ്പിലേക്ക് കാർഗോ കയറ്റുകയോ ചെയ്യുന്നതിന് വേണ്ടി കൊടുക്കുന്ന ചാർജിന് വിളിക്കുന്ന പേരാണ് സ്റ്റിവൻഡറിംഗ് ചാർജ്. അത് ലോഡിംഗ് ആൻഡ് അൺലോഡിങ്ങിന് കൊടുക്കുന്ന ചാർജാണ്. ഇത് വെയിറ്റിനനുസരിച്ച് സൈസിനനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്, ഇത് ലോഡ് ചെയ്യുകയും അൺലോഡ് ചെയ്യുകയും ചെയ്യുന്നത്. അത് ചാർജ് ചെയ്യുന്ന അതിന്റെ ബേസിലാണ്. നമ്മൾക്ക് എത്ര സൈസാണോ നമ്മൾ ലോഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ അൺലോഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ലോഡ് ചെയ്യുന്ന എത്രയാണോ വെയിറ്റ് എത്രയാണോ അതിനാനുപാതികമായിട്ടാണ് ഈ ചാർജ് ഈടാക്കുന്നത്. ഇതും നമുക്ക് ചെലവാണ്. ഇറ്റ് ഷുഡ് ബി ഡെബിറ്റഡ് ടു OH അക്കൗണ്ട്. തീർച്ചയായും സ്റ്റിവൻഡറിംഗ് ചാർജ് എന്ന് പറയുന്നത് നമുക്ക് ചെലവാണ്. അപ്പൊ അത് തീർച്ചയായും നമ്മൾ എന്ത് ചെയ്യണം, അത് ഡെബിറ്റ് ചെയ്യണം. ഇതാണ് നമുക്ക് സാധാരണ കേസിൽ OH അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രധാനപ്പെട്ട ഐറ്റംസ്. ഇതിൽ നിന്നാണ് 3 മാർഗങ്ങൾ ചോദിക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത്. ഇനി നമ്മൾ എന്താ പറഞ്ഞേക്കുന്നത്, ഇതിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഫോർമാറ്റ് ഒന്നുമില്ല. OH അക്കൗണ്ടിന് പ്രത്യേകിച്ച് ഫോർമാറ്റ് ഒന്നുമില്ല. ഒരു OH അക്കൗണ്ട് സാധാരണ കേസിൽ ഒരു അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന പോലെ പർട്ടിക്കുലേഴ്സ് എമൗണ്ട് തന്നെയാണ്. അപ്പൊ അതിന്റെ ക്രെഡിറ്റ് സൈഡിൽ ഇൻകമാണ് പ്രധാനപ്പെട്ട ഇൻകം. നമ്മൾ പറഞ്ഞു ഫ്രൈറ്റ് ഉണ്ട്, അത് ഔട്ട് പെയ്ഡുമുണ്ട്, ഇൻപെയ്ഡുമുണ്ട്. അതുപോലെ തന്നെ അതിന്റെ അഡീഷണൽ ചാർജ് നമ്മൾ എടുക്കുന്ന പ്രീമിയറ്റ് ഉണ്ട്, പാസഞ്ചേഴ്സിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന ചാർജ് ഉണ്ട്, പാസേജ് മണി ഉണ്ട്. പിന്നെ അത് കൂടാതെ നമുക്ക് മറ്റ് ഷിപ്പ് നമ്മൾ കുറേ ദിവസത്തേക്കാണല്ലോ പോകുന്നത്. അപ്പൊ അതിനകത്ത് ബാർബർ ഷോപ്പ് ഉണ്ടായിരിക്കും, അതുപോലെ ബ്യൂട്ടി പാർലർ ഉണ്ടായിരിക്കും, ബാർ ഉണ്ടായിരിക്കും. അപ്പൊ അതിൽ നിന്നൊക്കെ എന്തെങ്കിലും വരുമാനം ഉണ്ടെങ്കിൽ ആ വരുമാനങ്ങളെല്ലാം നമ്മൾ ക്രെഡിറ്റ് സൈഡ് എഴുതും. അതുകൂടാതെ നമ്മൾ ഡെബിറ്റ് സൈഡിൽ ബങ്കർ കോസ്റ്റ് എഴുതും, പോർട്ട് ചാർജസ് എഴുതും, സ്റ്റിവൻഡറിംഗ് ചാർജസ് എഴുതും, അഡ്രസ് കമ്മീഷൻ എടുക്കും. പിന്നെ സാലറീസ് ആൻഡ് വേജസും ആ ഷിപ്പിന്റെ ഇൻഷുറൻസും ഷിപ്പിന്റെ ഡിപ്രീസിയേഷനും പിന്നെ ലൈറ്റ് ഹൗസ് ചാർജസും ഒക്കെ നമ്മൾ എടുക്കും. അങ്ങനെ ഈ 2 സൈഡുകൾ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്തു. അപ്പൊ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് പ്രോഫിറ്റോ ലോസോ ആണ് പറഞ്ഞിരിക്കുന്ന ഒരു OH നമുക്ക് കിട്ടുന്നത്. അപ്പൊ ആ പ്രോഫിറ്റോ ലോസോ ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റുന്നതാണ് യഥാർത്ഥത്തിൽ OH അക്കൗണ്ട് എന്ന് നമ്മൾ പറയുന്നത്. ഇത് ഫുള്ളി ആവാം, പാർട്ട്ലി ഫിനിഷ്ഡും ആവാം. വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുന്ന ഒരു OH കംപ്ലീറ്റ് ചെയ്തില്ല, ഒരു അക്കൗണ്ടിങ് പീരീഡ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അതിന് വിളിക്കുന്ന പേര് OH ഇൻ പ്രോഗ്രസ് ആണ്. ഞാനത് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്ന മൊത്തം എക്സ്പെൻസ് എന്നാൽ കംപ്ലീറ്റ് ചെയ്യാത്ത എത്ര പോർഷനാണ് അത് കുറച്ച് ബാക്കി കിട്ടുന്നതാണ് യഥാർത്ഥത്തിൽ അതിന്റെ യഥാർത്ഥ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അത് അവിടെ നമ്മൾ ഇൻകംപ്ലീറ്റ് ആണെങ്കിൽ, വർക്ക് ഇൻ പ്രോഗ്രസ് അല്ല OH ഇൻ പ്രോഗ്രസ് ആണെങ്കിൽ അതനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്യണം. ഇതാണ് ഒരു OH അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് പ്രധാനമായും നമുക്ക് ഓർക്കേണ്ട പോയിന്റ്സുകൾ. ഇതൊരു കൊച്ചു ചാപ്റ്ററാണ്. ഇത്രയും ആസ്പെക്ട്സുകളെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ സാധാരണ ഒരു നോമിനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് പോലെ ഈ ഡിഫറെന്റ് ഐറ്റംസ് ഉപയോഗിച്ചുകൊണ്ട് അവരെന്ത് ചെയ്യും, ഒരു OH അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും. ഓരോ OHയിലും നമുക്ക് കിട്ടിയ പ്രോഫിറ്റോ ലോസോ വളരെ കറക്റ്റായിട്ട് എന്ത് ചെയ്യും, അത് അനലൈസ് ചെയ്യും. അങ്ങനെ കണ്ടുപിടിക്കുന്ന അക്കൗണ്ടിനെ വിളിക്കുന്ന പേര് OH അക്കൗണ്ട് എന്നാണ്. ആ ഒരു രീതി നമ്മൾ വിളിക്കുന്ന പേര് OH എന്നാണ്. ഇതാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള ചെറിയ ചാപ്റ്റർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എന്റെ ഈ ക്ലാസ് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ